Hey everyone, welcome to the second episode of Community Health Nursing. That is, we are dealing with health agencies. So today we're going to deal with the topic UNDP, that is on page number 1033. So UNDP is one of the important international health agencies which we should deal about. So that is the full form as United Nations Development Program. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹ്യൂമനും നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസിന് വേണ്ടിയിട്ട്. അതായത് ഹ്യൂമനും നാച്ചുറലി നമുക്ക് റിസോഴ്സസ് ആർക്കൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക, ഒരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് UNDPന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ UNDP എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗ്ലോബൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയിലാണ്. അതുപോലെ ന്യൂയോർക്ക് സിറ്റി ഇസ് ഇൻ അമേരിക്ക, യുണൈറ്റഡ് നേഷൻസ്. സോ ഇറ്റ് പ്രൊവൈഡ് എക്സ്പെർട്ട് അഡ്വൈസ്, അതുപോലെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് മണി ഒബ്വിയസ്ലി. അപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിനും ഇതൊരു ഹെൽപ്പ് ആയിട്ടാണ് വരുന്നത്. പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള റോൾ ക്രിയേറ്റ് ചെയ്യുന്നത് HIV ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട്, എയ്ഡ്സ് തടയാൻ വേണ്ടി, അതുപോലെ സോഷ്യൽ ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രൈസിസ് മാനേജ്മെന്റ് എല്ലാം ചെയ്യാൻ വേണ്ടി, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവേണൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എൻകറേജ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്? പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഹ്യൂമൻ റൈറ്റ്സിനും വുമൺ എംപവർമെന്റിനും വേണ്ടിയിട്ടും ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നൊരു ഒരു എന്താണ് ഏജൻസിയാണ് ഈ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നുള്ളത്. ഇതാണ് നമ്മൾ ചെറുതായിട്ട് കൊടുക്കാൻ പോകുന്ന ഇൻട്രോ. ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡേറ്റ് വരുന്നത് 1966 ആണ്. ഓക്കെ, ഇറ്റ് വാസ് ഫോംഡ് ഇൻ ദ യുണൈറ്റഡ് നേഷൻസ് 1966. അത് മാത്രമല്ല, ഇത് എക്സ്പാൻഡ് ചെയ്താണ് ഒരു പ്രോഗ്രാമായിട്ട്, ആസ് എ ടെക്നിക്കൽ അസിസ്റ്റന്റ് പ്രോഗ്രാമായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അത് UNDP's ഓഫീസ് ആസ് വെൽ ആസ് സ്റ്റാഫ് നമ്മുടെ 177 കൺട്രീസിൽ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ബോർഡ് വിത്തിൻ ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഉണ്ട്. പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വർക്ക്സ് വിത്ത് ലോക്കൽ ഗവൺമെന്റ്സ് ടു മീറ്റ് ഡെവലപ്മെന്റ് ചാലഞ്ചസ്. It also works internationally to help countries achieve the SDGs. അപ്പോഴത്തേക്ക് എന്താണ് ലോക്കൽ ഗവൺമെന്റുമായിട്ട് ഹെൽപ്പ് ലൈക്ക് വർക്ക് ഓൺ ചെയ്യും, ലൈക്ക് ദേ വർക്ക് ടുഗെദർ. എന്തിനു വേണ്ടി? നല്ല രീതിയിൽ ചാലഞ്ചസ് ഒക്കെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ SDGs എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും, പ്രോപ്പറായിട്ട് SDGs എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്റർനാഷണലി ഇവർ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവരുടെ അജണ്ട. അവരൊരു ഡെവലപ്മെന്റ് അജണ്ട സ്റ്റാർട്ട് ചെയ്തു. That was on 19 like it was on 2015. I'm really sorry, 2015ലാണ് അവർ ആ അജണ്ട ക്രിയേറ്റ് ചെയ്തത്. സോ നമ്മുടെ UNDP വാസ് ഓൺ 1966. ഓക്കെ, മറക്കല്ല. And it works on 177 countries. And new agenda was on 2015. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഈ ഫംഗ്ഷൻസ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോവർട്ടി ഇറാഡിക്കേഷൻ ആണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. സോ പോവർട്ടി ഇറാഡിക്കേഷൻ ചെയ്യുക, പോവർട്ടി റിഡക്ട് ചെയ്യുക. സോ ഡെവലപ്പിംഗ് കൺട്രീസ് ആസ് വെൽ ആസ് നോൺ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലും പോവർട്ടി കുറയ്ക്കുക. സോ ദാറ്റ് a level of support can be provided, especially for good human resource as well as for women empowerment. അത് കഴിഞ്ഞിട്ട് എൻവയൺമെന്റ് ആൻഡ് എനർജീന്റെ കാര്യം വരുമ്പോഴത്തേക്കും നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എൻവയൺമെന്റിൽ. ദാറ്റ് ഈസ് ഫാക്ടറീസ് എന്നുള്ള പൊല്യൂഷൻ ആൻഡ് ഓൾ അതർ നെഗറ്റിവിറ്റി, ആൻഡ് ഓൾസോ കട്ടിംഗ് ഔട്ട് ഓഫ് ദ ട്രീസ്, ഡീഫോറസ്റ്റേഷൻ എക്സെട്ര ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്, ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു എ വെരി ടെറിബിൾ കണ്ടീഷൻ. അപ്പൊ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ HIV AIDS ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, ബിക്കോസ് ഇറ്റ്സ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ. സോ HIV-യും AIDS-ഉം ഒക്കെ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ക്രൈസിസ് പ്രിവെൻഷൻ ആസ് വെൽ ആസ് റീകവറിക്ക് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഡിസാസ്റ്ററിന് എന്തെങ്കിലും റിസ്കോ ആംഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അതുപോലെ തന്നെ ഗവേണൻസുമായിട്ട് പ്രോപ്പറായിട്ട് ഡീലിംഗ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്ത് നല്ല രീതിയിൽ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി നമുക്ക് UNDP ഇൻ ഇന്ത്യ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. UNDP ഇൻ ഇന്ത്യ വരുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇന്ത്യ വാസ് എ ഡെവലപ്ഡ് കൺട്രി ഏകദേശം.
കുറച്ച് റിച്ച് കൺട്രിയാണ്. ബട്ട് ദെൻ ബിക്കോസ് ഓഫ് ദി ഗവൺമെന്റ്സ് ഓഫ് ദി ബ്രിട്ടീഷ് നമ്മുടെ ഇന്ത്യയുടെ കുറെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ റിസോഴ്സസും എല്ലാം കുറഞ്ഞു. സോ നമ്മൾ വീണ്ടും അത് റിക്കവർ ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. പോവർട്ടി ഇറാഡിക്കേഷന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തു. അതുപോലെ ലാൻഡ് ഡീഗ്രഡേഷൻ, പിന്നെ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ കൗൺസിലിംഗ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കുറച്ചൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ യങ് വുമനെയും കെമിക്കൽ മാനേജ്മെന്റും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കുറച്ചും കൂടി ഡെവലപ്പ് ആവാൻ പറ്റി. സോ ദാറ്റ് ഇസ് വാട്ട് UNDP in India is. And also, UNDP helps young women as well as all the young people of India to deal with their health problems, to have a good education, and to do some creative, career, so that development may occur in the society. അപ്പൊ അതാണ് ഇപ്പൊ കൂടുതലായിട്ടും അവർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. So UNDP കുറിച്ച് അത്രയേ ഉള്ളൂ. In the next episode, we'll be dealing with the next topic, that is World Bank. So, let's hope for it. Thank you so much for listening to my podcast. If you have any doubt, you can contact to my Instagram, that is Priya VP Unfiltered, or you can directly, send email to my Gmail, that is priyavp2302 at gmail.com. So, may God bless you all and help you to do great in exams. See you in the next podcast.